നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ടണൽ ഡയോഡാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു? സെനാ ഡയോഡ് പഠിച്ചു. ഇന്ന് നമുക്ക് ടണൽ ഡയോഡ് എന്താണെന്ന് നോക്കാം. സെനാ ഡയോഡ് റിവേഴ്സ് ബയസിൽ ആക്ട് ചെയ്യുന്ന ഡയോഡാന്ന് പറഞ്ഞു. നമുക്കിനി ടണൽ ഡയോഡ് ഏത് ബയസിങ്ങിലാണ് ആക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കണം. ഓക്കെ, ടണൽ ഡയോഡ് എന്ന് പറയുന്നത് ടണൽ ഡയോഡിന്റെ വേറൊരു പേരാണ് എന്ത്? എസാക്കി ഡയോഡ്. എന്താണ്? Esaki diode. The tunnel diode also known as the Esaki diode. എന്താണ്? Tunnel diode is also known as the Esaki diode. Is a highly conductive, heavily doped. സെനാ ഡയോഡിന്റെ കൂട്ടുകാരൻ എന്താണ്? ഇത് ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള PN ജംഗ്ഷൻ ഡയോഡ് ആണ് എന്ത്? ടണൽ ആയിട്ടുള്ള എസാക്കി ഡയോഡ്. വേറൊരു പേരാണ് എസാക്കി. ഇടയ്ക്ക് ഞാൻ എസാക്കി ഡയോഡ് എന്നൊക്കെ പറയും. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഹൈലി കണ്ടക്റ്റീവ് ആയിട്ടുള്ള ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള PN ജംഗ്ഷൻ ഡയോഡ് ആണ് എന്ത്? ടണൽ ഡയോഡ്. In which the electrical current is induced by a quantum mechanical phenomena known as tunneling. ടണലിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ആയിരിക്കും നമ്മളുടെ ഈ ടണൽ ഡയോഡിൽ മെയിൻലി നടക്കുന്നത്. നോർമലി ഒരു ഡയോഡിൽ കണ്ടക്ഷൻ നടക്കണമെങ്കിൽ വാലൻസ് ബാൻഡിൽ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എന്ത് ചെയ്യണം? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഡിപ്ലീഷൻ റീജിയനിലുള്ള ആ ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം? നമ്മുടെ മൈനോറിറ്റി ചാർജേഴ്സ് മൂവ് ചെയ്യണം. ഇവിടെ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നടക്കുന്നത്? നമ്മൾ സെനാ ഡയോഡിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോൺസ് എന്തായിരിക്കും? ജമ്പ് ചെയ്തായിരിക്കും പോകുന്നത്. വാലൻസ് ബാൻഡിൽ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്തായിരിക്കും മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് ടണൽ ഡയോഡ് ടണലിംഗ് എന്ന് പറയുന്ന ഒരു ഫിനോമിന വഴിയായിരിക്കും അത് ജമ്പ് ചെയ്യുന്നത്. ടണലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നുഴഞ്ഞു പോവുക എന്ന് പറയും. ടണലിംഗ് വഴി ആയിരിക്കും നമ്മുടെ നുഴഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്? വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയിട്ട് നമുക്ക് എന്ത് നടക്കുന്നത്? കണ്ടക്ഷൻ നടക്കുന്നത്. അതാണ് ടണലിംഗ് ഫിനോമിന വഴി ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടക്റ്റീവ് ആയിട്ടുള്ള ഡയോഡാണ് ടണലിംഗ് ഡയോഡ്. അത് നോർമൽ ഹെവിലി ഡോപ്ഡ് ഡയോഡാണ്. ഫോർവേഡ് ബയസിംഗിലായിരിക്കും അത് കണ്ടക്ട് ചെയ്യുന്നത്. ഫോർവേഡ് ബയസിംഗിലായിരിക്കും അത് കണ്ടക്ട് ചെയ്യുന്നത്. ഇൻ ക്ലാസിക്കൽ ഫിസിക്സ്, എ ചാർജ് കാരിയേഴ്സ് must possess energy greater than the potential barrier to cross the junction. However, quantum tunneling allows the charge carriers to literally punch through the thin depletion barrier instead of climbing over it. ഒരു സ്ഥാനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാനത്തിലേക്ക് ജമ്പോ ക്ലൈംബോ ചെയ്യാതെ ടണലിംഗ് വഴി, അതായത് ടണല് വഴി നുഴഞ്ഞ് പോകാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു എന്ത് കൊടുക്കുന്നു? പൊട്ടൻഷ്യൽ നമ്മുടെ ആ ഇലക്ട്രോൺസിനുണ്ട്. അതാണ് ടണലിംഗ്. അതായത് ടണലിംഗ് ഫിനോമിന, ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്നത് ഫിസിക്സ് പറയുന്ന പോലെ ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്ന പ്രക്രിയ വഴിയായിരിക്കും ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇത് ഹെവിലി ഡോപ്ഡ് ആന്ന് പറഞ്ഞു. ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ളതിന്റെ കേസ് എന്താണ്? അതിന്റെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ഭയങ്കര എന്തായിരിക്കും? തിന്നായിരിക്കും. എന്താണ്? ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് തിന്നായിരിക്കും. ദ തിൻ ഡിപ്ലീഷൻ ബാരിയർ ഇൻസ്റ്റെഡ് ഓഫ് ക്ലൈംബിംഗ് ഓവർ ഇറ്റ് എനാബിളിംഗ് എക്സ്ട്രാ ഓർഡിനറിലി ഫാസ്റ്റ് കണ്ടക്ഷൻ സ്പീഡ്. ഇതിന്റെ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡായിരിക്കും. അതായത് ഹെവിലി, അതായത് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയോഡ് എന്ന് നമുക്ക് എന്ത് പറയാം? ടണൽ ഡയോഡിനെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിലാണ് ടണലിംഗ് ഡയോഡ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ എന്തായിരിക്കും? ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. പിന്നെ എന്തായിരിക്കും? തിൻ ഡിപ്ലീഷൻ റീജിയൻ ആയിരിക്കും. പിന്നെ വേറെ എന്താണ് ടണൽ ഡയോഡിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? വേറെ എന്താണ്? ടണലിംഗ് ഫിനോമിന വഴിയായിരിക്കും നമ്മളുടെ ടണൽ ഡയോഡിനകത്ത് കണ്ടക്ഷൻ നടക്കുന്നത്. ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് ടണലിംഗ് വഴിയായിരിക്കും നടക്കുന്നത്. അത് ഓർത്ത് വെച്ചോണം. ടണൽ ഡയോഡിന്റെ സിമ്പിളാണ് ഈ കൊടുത്തേക്കുന്നത്. നോർമൽ നമ്മളുടെ ഡയോഡ് ആണെങ്കിൽ ഇവിടെ ഒരു ലീനിയർ ലൈൻ, കാഥോഡിലും ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. സെനഡ് ആണെങ്കിൽ ഇസഡ് വരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇസഡ് തിരിച്ചിടുന്ന ഒരു സിമ്പിളാണ് നമ്മളുടെ കാഥോഡിൽ വരുന്നത് കേട്ടോ. ഇസഡ് തിരിച്ചിടുന്ന ഒരു സിമ്പിളാണ് നമ്മളുടെ കാഥോഡിൽ വരുന്നത്. ഇങ്ങോട്ട് ലൈനൊക്കെ ഉണ്ട്. ഇസഡ് തിരിച്ചിടുന്ന ഒരു സിമ്പിൾ ആയിരിക്കും നമ്മുടെ കാഥോഡിൽ വരുന്നത്. ഓക്കെ, അത് നോക്കിക്കോണം. നെക്സ്റ്റ് വരുന്നത് കൺസ്ട്രക്ഷൻ ആൻഡ് മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ്. ടണൽ ഡയോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് നോക്കും. അതെന്ന് പറയുന്നത് പ്രൈമർലി ദ ഫീച്ചേഴ്സ് ഡിസ്റ്റിംഗ്വിഷിംഗ് എ ടണൽ ഡയോഡ് ഫ്രം ദ കൺവെൻഷണൽ ഡയോഡ്, ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഇംപ്യൂരിറ്റീസ്. ഹെവിലി ഡോപ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇമ്പ്യൂരിറ്റീസ് കൂടുതലായിരിക്കും. ഡോപ്പിംഗ് പറഞ്ഞപ്പം ഡോപ്പിംഗ് എന്ന് വെച്ചാൽ ഇമ്പ്യൂരിറ്റീസ് കൂടുതലുള്ള, അതായത് ഹെവിലി ഡോപ്ഡ് മീൻസ് ഇമ്പ്യൂരിറ്റീസ് കൂടുതലുള്ള, അതായത് ഇമ്പ്യൂരിറ്റീസ് കൂടുതലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ടണൽ ഡയോഡ് മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനകത്ത് സ്ട്രക്ചർ ആൻഡ് മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള ഡയോഡായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നോർമൽ ഒരു കൺവെൻഷണൽ PN ജംഗ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. ദി ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 1 part in 10⁸8. ഒരു പാർട്ടിൽ 10⁸8 പാർട്ട് മാത്രമേ നമ്മൾ എന്തെടുക്കത്തുള്ളൂ? അതിന്റെ എന്തെടുക്കത്തുള്ളൂ? ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ എടുക്കത്തുള്ളൂ. ബട്ട് ഇൻ കേസ് ഇതിനകത്ത് 10⁻³ പാർട്ട് എന്തായിരിക്കും? ഇമ്പ്യൂരിറ്റീസിന്റെ കോൺസെൻട്രേഷൻ എടുക്കുന്നു. അതായത് ഹെവിലി കോൺസെൻട്രേഷൻ ഉള്ള ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും നമ്മൾ എന്തെടുക്കുന്നത്? ടണൽ ഡയോഡ് മേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്.
നെക്സ്റ്റ് വരുന്നത് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് എക്സ്ട്രീം ഡോപ്പിംഗ് പ്രൊഫൈൽ, ഇത്രയും എക്സ്ട്രീം ആയിട്ട് ഇത്രയും രീതിയിൽ നമ്മൾ ഡോപ്പ് ചെയ്യുന്നത് കൊണ്ട് ദ ഡിപ്ലീഷൻ റീജൻ ബിക്കംസ് ഇൻക്രെഡിബ്ലി നാരോ. ഹെവിലി ഡോപ്ഡ് മീൻസ് എന്താണ്? ഡിപ്ലീഷൻ റീജന്റെ വിഡ്ത്ത് ഭയങ്കര ചെറുതായിരിക്കും. നാരോ ഡിപ്ലീഷൻ റീജൻ വിഡ്ത്ത് ആയിരിക്കും. ടിപ്പിക്കലി എ ഫ്യൂ നാനോമീറ്റേഴ്സ് തിക്ക്, അതായത് ചെറിയ നാനോമീറ്റർ തിക്നെസ്സിന് കാണത്തുള്ളൂ ഡിപ്ലീഷൻ റീജന്, ടണൽ ഡയോഡിന്റെ ഡിപ്ലീഷൻ റീജന് കാണത്തുള്ളൂ. വിച്ച് പെർമിറ്റ്സ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. ആ ചെറിയ ഡിപ്ലീഷൻ റീജൻ ഉണ്ടായതുകൊണ്ടാണ് എന്ത് ക്വാണ്ടം ടണലിംഗ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ്, എന്തൊക്കെ എലമെന്റ്സ് ആണ് നമ്മൾ ക്വാണ്ടം ടണലിങ്ങിന് വേണ്ടി, ടണൽ ഡയോഡിന് വേണ്ടിയിട്ട് എടുക്കുന്നത്? സെമി കണ്ടക്ടർ ആണ്. ജെർമേനിയം യൂസ് ചെയ്യും. ഗാലിയം ആർസനൈഡ്, ഗാലിയം ആന്റിമനൈഡ്, ഇത്ര ആയിരിക്കും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ ഫോർ മേക്കിംഗ് ദ ടണൽ ഡയോഡ്. ടണൽ ഡയോഡ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 3 സെമി കണ്ടക്ടേഴ്സ് ആണ്. ഗാലിയം യൂസ് ചെയ്യും, ജെർമേനിയം യൂസ് ചെയ്യും, ഗാലിയം ആർസനൈഡ് യൂസ് ചെയ്യും, ഗാലിയം ആന്റിമനൈഡ് നമ്മൾ യൂസ് ചെയ്യും. നെക്സ്റ്റ് വരുന്നതാണ് VI ക്യാര ഓഫ് ടണൽ ഡയോഡ്. എല്ലാത്തിനും VI ക്യാരാസ് ഉണ്ട്. VI ക്യാര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വിയിൽ എന്ത് പ്ലോട്ട് ചെയ്യുന്നു, എക്സിൽ എന്ത് പ്ലോട്ട് ചെയ്യുന്നു, വൈയിൽ എന്ത് പ്ലോട്ട് ചെയ്യുന്നു? എക്സിൽ വിയും വൈയിലും ഇതായിരിക്കും നമ്മളുടെ കറണ്ടും ആയിരിക്കും നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. വി നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ഫോർവേഡ് ബയസ് വോൾട്ടേജ് ആയിരിക്കും, ഇൻ വോൾട്ടിലായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ വൈ ആക്സസിൽ പ്ലോട്ട് ചെയ്യുന്നത് കറണ്ട്, ഫോർവേഡ് കറണ്ട് ഇൻ മില്ലി ആംപിയറിലുള്ള ഫോർവേഡ് കറണ്ട് ആയിരിക്കും നമ്മൾ എവിടെ പ്ലോട്ട് ചെയ്യുന്നത്? വൈ ആക്സസ് ആയിട്ടുള്ള കറണ്ട് പ്ലോട്ട് ചെയ്യുന്നത് മില്ലി ആംപിയറിലായിരിക്കും. നെക്സ്റ്റ് VI ക്യാര പറയുകയാണെന്നുണ്ടെങ്കിൽ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ടണൽ ഡയോഡ് ഡിസ്പ്ലൈസ് എ യൂണിക് പ്രൊഫൈൽ അണ്ടർ ഫോർവേഡ് ബയസ്ഡ്. ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിൽ ടണൽ ഡയോഡ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇതിലൂടെ പറഞ്ഞത്. Under forward bias, exhibiting a localized regions where an increased voltage leads to a decrease in current. Increase വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയുന്നു. നമ്മുടെ ഓംസിലോടെ നേരെ തിരിച്ച്. നോർമലി ഓംസിൽ എങ്ങനെയായിരുന്നു? വി കൂടുമ്പോൾ ഐ കൂടും അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് എന്താണ്? വി കൂടുമ്പം ഐ കുറയും, അതാണ് പറയുന്നത്. വി കൂടുമ്പോൾ ഐ കുറയും. ഓക്കെ ആണോ? ഇതിനകത്ത് എന്ത് സംഭവിക്കുന്നത് പറയാം. ഫോർവേഡ് വോൾട്ടേജ് നമ്മൾ കൂട്ടി. ഫോർവേഡ് വോൾട്ടേജ് കൂടുന്ന ടൈമിൽ നോർമലി ഒബ്വിയസ്ലി എന്തുണ്ടാവും? ഫോർവേഡ് കറണ്ട് കൂടും. ഓക്കെ, ഫോർവേഡ് കറണ്ട് താണ്ടി ഇവിടെ കൂടി. ഫോർവേഡ് കറണ്ട് കൂടി 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 ഒരു പീക്ക് പോയിന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് എത്തി. അവിടെ വരെ എന്ത് ചെയ്യും? കറണ്ട് കൂടും. ആ സമയത്ത് നമ്മൾ വോൾട്ടേജ് കൂട്ടുകയാണ്. ആ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചാണ് പീക്ക് പോയിന്റ് വരെ കറണ്ട് കൂടിയത്. ദാറ്റ് ഈസ് ആ പോകുന്ന കറണ്ടിനെ ടണലിംഗ് കറണ്ട് എന്ന് നമുക്ക് പറയാം. എന്താണ് ടണലിംഗ് കറണ്ട്? വോൾട്ടേജ് കൂട്ടിയപ്പം കറണ്ട് കൂടുന്നതിന്റെ ആ ഒരു കറണ്ടിനെ നമുക്ക് ടണലിംഗ് കറണ്ട് എന്ന് പറയാം. ടണലിംഗ് കറണ്ട് പീക്ക് പോയിന്റ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പീക്ക് പോയിന്റ് വരെ കറണ്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയും വോൾട്ടേജ് നമ്മൾ കൂട്ടുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നടക്കുന്നത്? അവിടുന്ന് നമ്മളുടെ കറണ്ട് പീക്ക് പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ കറണ്ട് എന്ത് ചെയ്യും? കുറയാൻ തുടങ്ങും. എന്താണ്? കറണ്ട് കുറയാൻ തുടങ്ങും. അതാണ് വോൾട്ടേജ് ഒരു പെർട്ടിക്കുലർ റേഞ്ച് എത്തി പീക്ക് പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മളുടെ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറയാനായിട്ട് തുടങ്ങും. കറണ്ട് കുറയാനായിട്ട് തുടങ്ങും. ആ കറണ്ട് കുറഞ്ഞ് വേറൊരു പോയിന്റിലെത്തും. ആ പോയിന്റിനെ പറയുന്ന പേരാണിത് വാലി പോയിന്റ്. ആ ഒരു പോയിന്റിനെ പറയുന്ന പേരാണിത് വാലി പോയിന്റ്. ടണലിംഗ് കറണ്ട് കൂടി പീക്ക് പോയിന്റിലെത്തി. പീക്ക് പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് പിന്നെയും വോൾട്ടേജ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പീക്ക് പോയിന്റിൽ നിന്ന് കറണ്ട് കുറയാൻ തുടങ്ങും. കറണ്ട് കുറയാൻ തുടങ്ങിയിട്ട് കറണ്ട് കുറഞ്ഞ് ഒരു വാലി പോയിന്റ് എന്ന് പറയുന്ന പോയിന്റിലെത്തി. ഓക്കെ, വാലി പോയിന്റ് എത്തിക്കഴിഞ്ഞ് പിന്നെയും വോൾട്ടേജ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? പിന്നെ കറണ്ട് കൂടുന്നത് നോർമൽ നമ്മുടെ കൺവെൻഷണൽ ഡയോഡ് ആക്ട് ചെയ്യുന്ന പോലത്തെ കറണ്ട് ആയിരിക്കും നമുക്ക് അവിടെ സംഭവിക്കാൻ പോകുന്നത്. കൺവെൻഷണൽ ഡയോഡ് കറണ്ട് ആയിരിക്കും അവിടെ നടക്കുന്നത്. ഫസ്റ്റിലെ വോൾട്ടേജ് കൂടുമ്പോൾ ടണലിംഗ് കറണ്ട് പീക്ക് പോയിന്റ് എത്തിക്കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് കുറയ്ക്കുന്നു. വോൾട്ടേജ് കുറച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും ഉണ്ടാകുന്നത്? കറണ്ട് കുറയുന്നു. കറണ്ട് കുറഞ്ഞിട്ട് വാലി പോയിന്റ് എത്തുന്നു. വാലി പോയിന്റ് എത്തിക്കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? പിന്നെയും വോൾട്ടേജ് കൂട്ടുമ്പോൾ എന്താണ്? നമ്മുടെ നോർമൽ കൺവെൻഷണൽ ഡയോഡ് ആക്ട് ചെയ്യുന്ന കറണ്ടിൽ അത് കണ്ടക്ഷൻ നടത്തും. അതാണ് ഇവിടെ പറയുന്നത്. ഇതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് 2 പോയിന്റ്സ് ഉണ്ട്, പീക്ക് പോയിന്റ് ആൻഡ് വാലി പോയിന്റ്. കറണ്ട് കൂടി എക്സ്ട്രീം ഹൈയിൽ നിൽക്കുന്ന പോയിന്റ് ആണ് പീക്ക് പോയിന്റ്. കറണ്ട് കുറഞ്ഞ് എക്സ്ട്രീം ലോ പോയിന്റിൽ നിൽക്കുന്ന കറണ്ട് ആണ് വാലി പോയിന്റ് എന്ന് പറയുന്നത്. ആ പീക്ക് പോയിന്റിനും വാലി പോയിന്റിനും ഇടയിലുള്ള ആ ഒരു സ്പേസിനെ പറയുന്ന പേരാണ് എന്ത്? നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. എന്താണ്? നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എക്സിബിറ്റ് ചെയ്യുന്ന ഡയോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ടണൽ ഡയോഡാണ്. നെഗറ്റീവ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് ഉള്ളത് ആർക്കാണ്? നമ്മുടെ ടണൽ ഡയോഡിനാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഉള്ളത്. അത് ഏതാണ്? ബിറ്റ്വീൻ ദ പീക്ക് പോയിന്റ് ആൻഡ് വാലി പോയിന്റ് ഇൻ ടണൽ ഡയോഡ്. ടണൽ ഡയോഡിന്റെ VI ക്യാരയിലും പീക്ക് പോയിന്റിനും വാലി പോയിന്റിനും ഇടയിലുള്ള ആ ഒരു സ്പേസിന് പറയുന്ന പേരാണ് എന്ത്?
നമ്മളുടെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പീക്ക് പോയിന്റ്, വാല്യൂ പോയിന്റ്, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോണേ. ഓക്കെ, നെക്സ്റ്റ് പറയാം. പീക്ക് പോയിന്റ് ഡിഫൈൻ ചെയ്യുകയാണ്. As forward voltage is initially applied, forward voltage initially apply ചെയ്തു and increased, forward voltage എന്ത് ചെയ്തു, increase ചെയ്തു. The tunneling current rises rapidly until it reaches its maximum capacity. ടണലിംഗ് കറണ്ട് എന്ത് ചെയ്യും, കൂടുന്നു, വോൾട്ടേജ് കൂട്ടുന്നു, ടണലിംഗ് കറണ്ട് കൂടുന്നു, റാപ്പിഡ്ലി കൂടുന്നു, ഒരു മാക്സിമം കപ്പാസിറ്റിയിൽ എത്തുന്നു. ആ ഒരു പോയിന്റിനെ പറയുന്ന പേരാണെന്ത്, പീക്ക് പോയിന്റ് അല്ലെങ്കിൽ IP എന്ന് പറയാം. അത് വെരി ഓക്കെ, അതാണ് ഇറ്റ്സ് കോൾഡ് ദ പീക്ക് പോയിന്റ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് പറയുന്നത് പറയുന്നത് വാലി പോയിന്റ്. വാലി പോയിന്റ് എന്താണ്, ഇഫ് യു ഇൻക്രീസ് ദ വോൾട്ടേജ്, എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിയോണ്ട് പീക്ക് വോൾട്ടേജ്, അതായത് ഒരു പീക്കിൽ കറണ്ട് എത്തുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് ഉണ്ടല്ലോ, പീക്ക് വോൾട്ടേജ്, അതും കഴിഞ്ഞ് നമ്മൾ വോൾട്ടേജ് കൂട്ടുമ്പോൾ ദ ടണലിംഗ് അലൗഡ് ബൈ ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ ബിഗിൻസ് ടു ഡ്രോപ്പ്, കുറയാനായിട്ട് തുടങ്ങും, കറണ്ട് കുറയാനായിട്ട് തുടങ്ങും. ദ കറണ്ട് അൺഎക്സ്പെക്ടഡ്ലി ഡിക്രീസസ് അണ്ടിൽ ഇറ്റ് ഹിറ്റ്സ് ഇറ്റ്സ് ലോവസ്റ്റ് പോയിന്റ് കോൾഡ് ദ വാലി പോയിന്റ്. അതിനെ പറയുന്ന ആ സമയത്തുള്ള ഇതിനെ പറയുന്നതാണ് എന്ത്, വാലി കറണ്ട് അല്ലെങ്കിൽ ആ വാലി പോയിന്റ്. ആ സമയത്തുള്ള കറണ്ടാണ് വാലി കറണ്ട്. അതായത് ഏറ്റവും എന്ത് കുറഞ്ഞു, കറണ്ട് കുറഞ്ഞു. നെക്സ്റ്റ് ആ സമയത്തുള്ള കറണ്ടിനെ വോൾട്ടേജിനെ വാലി കറണ്ട് എന്നും വാലി വോൾട്ടേജ് എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ഏറ്റവും കുറവാണ്. ദാറ്റ് മീൻസ് വോൾട്ടേജ് അല്ല, കറണ്ട് ഏറ്റവും കുറവാണ്, ലോവസ്റ്റ് പോയിന്റിൽ നമുക്ക് എത്തി. നെക്സ്റ്റ് ആണ് നോർമൽ ഡയോഡ് റീജൻ. നോർമൽ ഡയോഡ് റീജൻ ഏതായിരുന്നു, നോർമൽ ഡയോഡ് റീജൻ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഈ ഡയോഡ് റീജൻ, നോർമൽ ഡയോഡ് റീജൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് നമ്മുടെ നോർമൽ ഡയോഡ് റീജൻ എന്ന് പറയുന്നത്. നോർമൽ ഡയോഡ് റീജൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ടണലിംഗ് കഴിഞ്ഞു, ടണലിംഗ് കഴിഞ്ഞിട്ട് എന്താണ് നമ്മളുടെ ഡയോഡിലെ റീജൻ സംഭവിക്കുന്നത്, നോർമൽ ഡയോഡ് റീജൻ. പാസ് ദ വാലി പോയിന്റ് ദ ടണലിംഗ് കംപ്ലീറ്റ്ലി സ്റ്റോപ്സ്. അതായത് നമ്മളുടെ ടണലിംഗ് എന്ത് ചെയ്തു, കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി. ടണലിംഗ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു, നമ്മൾ പിന്നെയും വോൾട്ടേജ് കൂട്ടുകയാണ്. വോൾട്ടേജ് പിന്നെയും കൂട്ടി കഴിയുമ്പോൾ എന്തായിരിക്കും, ഇറ്റ്സ് ബിഹേവ്സ് ലൈക്ക് എ കൺവെൻഷണൽ ഫോർവേഡ് ബയസ്ഡ് സിലിക്കൺ ഡയോഡ്. അതായത് നോർമലി കറണ്ട് എങ്ങനെയാണ് ഡയോഡിനകത്ത്, വോൾട്ടേജ് കൂട്ടുമ്പം കറണ്ട് കൂടത്തില്ലേ, അതേപോലെ തന്നെ എന്തായിരിക്കും, വോൾട്ടേജ് കൂടുന്ന ടൈമിലും കറണ്ട് കൂടും. അതായിരിക്കും നോർമൽ കണ്ടക്ഷൻ റീജൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറണ്ട് കൂടും. ഓക്കെ, ദ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജൻ പറഞ്ഞു. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പീക്ക് പോയിന്റിനും വാലി പോയിന്റിനും ഇടയിൽ. ദ ഏരിയ ഓൺ ദി ഗ്രാഫ് ബിറ്റ്വീൻ ദ പീക്ക് point and the valley point from A to B, it's called the negative resistance region. In this zone, as voltage increases, voltage കൂടുന്ന സമയത്ത് the current decreases, കറണ്ട് എന്താണ്, കുറയുകയാണ് ചെയ്യുന്നത്. ഓംസ് ലോയുടെ നേരെ തിരിച്ച് കറണ്ട് എന്ത് ചെയ്യുന്നു, വോൾട്ടേജ് കൂടുന്ന സമയത്ത് കറണ്ട് കുറയുന്നു. which is oppositions to Ohm's law. This precise features is what makes the tunnel diodes immensely valuable. വോൾട്ടേജ് കൂടുന്ന ടൈമിൽ കറണ്ട് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഓർത്ത് വെച്ചോണം. നെക്സ്റ്റ് വരുന്നത് അതിന്റെ അഡ്വാൻറ്റേജസ് ആപ്ലിക്കേഷൻ ആണ്, ടണൽ ഡയോഡിന്റെ അഡ്വാൻറ്റേജസ് ആപ്ലിക്കേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ആപ്ലിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈ സ്വിച്ചിങ് ആയിട്ടുള്ള, അതായത് ഹൈ സ്പീഡ് ആപ്ലിക്കേഷനിൽ എന്തായാലും ടണൽ ഡയോഡ് യൂസ് ചെയ്യും. ഓക്കെ, അഡ്വാൻറ്റേജസ് എക്സ്ട്രീംലി ലോ കോസ്റ്റ്. അഡ്വാൻറ്റേജസ് പറയാം, എക്സ്ട്രീംലി ലോ കോസ്റ്റ് ആണ്. സിമ്പിൾ മാനുഫാക്ചറിങ് സ്റ്റെപ്സ് റിസൾട്ട് ഇൻ ഹൈ കോസ്റ്റ് എഫക്റ്റീവ്നെസ്. അതായത് മാനുഫാക്ചറിങ് സ്റ്റെപ്പ്, അതായത് ഇത് ടണൽ ഡയോഡ് മേക്ക് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയ കോസ്റ്റിൽ തന്നെ നമുക്ക് ഇത് ടണൽ ഡയോഡ് മേക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഈസ് ലോ നോയ്സ്. Due to tunneling mechanisms over thermal emissions, it introduces negligible noise. Noiseless ആയിരിക്കും. അതുപോലെ തന്നെ ഹൈ സ്പീഡ് ഓപ്പറേഷൻസ്, അതിന്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ് ഹൈ സ്പീഡ് ഓപ്പറേഷൻസ്. കണ്ടക്ഷൻസ് ഹാപ്പൻസ് at the high speed light via quantum tunneling. എന്താണ് ടണലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയായിരിക്കും നമ്മളുടെ എന്ത് നടക്കുന്നത്, അവിടെ കണ്ടക്ഷൻ നടക്കുന്നത്. മേക്കിംഗ് ഇറ്റ് അറ്റ് എ അൾട്രാ ഫാസ്റ്റ് സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഫാസ്റ്റ് സ്വിച്ചിങ് ഡിവൈസ് ആയിരിക്കും എന്ത്, ടണൽ ഡയോഡ് എന്ന് പറയുന്നത് ഫാസ്റ്റ് സ്വിച്ചിങ് ഡിവൈസ് ആയിരിക്കും. അതുപോലെ ലോ പവർ കൺസപ്ഷൻസ്, അതിന്റെ അഡ്വാൻറ്റേജസ് ലോ പവർ കൺസപ്ഷൻസ് ആണ്. അതേപോലെ തന്നെ ഫാസ്റ്റ് സ്വിച്ചിങ് ആയിരിക്കും, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. നമ്മൾ മേക്ക് ചെയ്തേക്കുന്നത് ഗാലിയം അതുപോലെ ജെർമേനിയം ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ടണൽ ഡയോഡ് മേക്ക് ചെയ്തേക്കുന്നത്. നേരത്തെ മേക്ക് ചെയ്തതിന്റെ കമ്പോണൻസിനെയൊക്കെ പറഞ്ഞു, മെറ്റീരിയൽസ് ഒക്കെ പറഞ്ഞു. നെക്സ്റ്റ് വരുന്ന ആപ്ലിക്കേഷൻസ് അതുപോലെ അൾട്രാ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ, അതുപോലെ ഹൈ സ്പീഡ് കമ്പ്യൂട്ടർ സ്വിച്ചിങ്, അതുപോലെ ലോ നോയ്സ് മൈക്രോവേവ് ആംപ്ലിഫയേഴ്സിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ടണൽ ഡയോഡ് യൂസ് ചെയ്യും. ടണൽ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ഡയോഡ് ആയിരിക്കും. അതിനകത്ത് നടക്കുന്നത് 2 പോയിന്റ് ഉണ്ട്, പീക്ക് പോയിന്റ് ഉണ്ട്, അതേപോലെ തന്നെ എന്നുണ്ട് അതുപോലെ പീക്ക് പോയിന്റ് ഉണ്ട്, വാലി പോയിന്റ് ഉണ്ട്. പീക്ക് പോയിന്റ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് കൂട്ടി കഴിയുമ്പോൾ കറണ്ട് എക്സ്ട്രീം ഹൈ ആവുന്ന പോയിന്റാണ് പീക്ക് പോയിന്റ് എന്ന് പറഞ്ഞത്. ആ പോയിന്റ് പീക്ക് പോയിന്റ് കഴിഞ്ഞ് പീക്ക് വോൾട്ടേജും കഴിഞ്ഞിട്ട് പിന്നെ വോൾട്ടേജ് കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ കറണ്ട് കുറയുന്നു. കറണ്ട് കുറഞ്ഞു കഴിഞ്ഞിട്ട് എന്തായിരിക്കും,
വാലി പോയിന്റിൽ എത്തുന്നു. വാലി പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെയും വോൾട്ടേജ് കൂട്ടുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, കൺവെൻഷണൽ ഫോർവേഡ് കറന്റ് പോലെ അത് എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു. ആ പീക്ക് പോയിന്റും വാലി പോയിന്റിനും ഇടയിലുള്ള റീജിയൻ ആണ് എന്ത് പറയുന്നത്, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്നുള്ളത്. അതൊക്കെ ആലോചിച്ചോണം. ഇതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ,